ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫുഡ് പ്രിപ്പറേഷൻ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തയക്കുന്ന ഒരു കുഞ്ഞു മിനി വ്ളോഗാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മലയാളികൾക്കല്ല, കർണാടകക്കാരാണ്. നമ്മുടെ ഈ ഫാമിലി ഫ്രണ്ട് കന്നഡിഗാസ് ആണ്. അപ്പം അവർ എന്തൊരു ഫംഗ്ഷൻ വന്നാലും നമുക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരാറുണ്ട്. നമ്മൾ കുറേ കാലമായി വിചാരിക്കുന്നു അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന്. ഓരോ കാര്യത്തിൽ ബിസി ആയിട്ട് നമുക്ക് പറ്റാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു സൺഡേ രണ്ടും കൽപ്പിച്ച് കൊടുക്കാമെന്ന് പ്ലാൻ ഇട്ടു കേട്ടോ. അപ്പം നമ്മൾ ഫുൾ നമ്മുടെ കേരള ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. അതിൽ ഒരേ ഐറ്റം നിങ്ങൾ ആദ്യം കണ്ടില്ലേ, രണ്ട് ചേച്ചിമാർ മറ്റേ പൂരി പരത്തുന്നത് പോലെ പരത്തിയിട്ട് കുറേ സാധനങ്ങളൊക്കെ പൊടികൾ വിതറുന്നത്. അത് സംഭവം വന്നിട്ട് ഒരു കർണാടക ഡിഷാണ്. അതൊരു സ്വീറ്റ് ആണ് കേട്ടോ. നമ്മളും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്വീറ്റ് ഡിഷിനെ കുറിച്ച് കേൾക്കുന്നത്. നമ്മുടെ വീട്ടിൽ ജോലിക്ക് സഹായിക്കാൻ വരുന്ന ചേച്ചിമാർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. നല്ല പണിയുണ്ട് ആ സ്വീറ്റ് ഉണ്ടാക്കാൻ. പാവ ചേച്ചിയുടെ കൈ വരെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഔട്ട്പുട്ട് നല്ല അടിപൊളിയായിരുന്നു. വായിലിട്ട് അലിഞ്ഞു പോകും ആ സ്വീറ്റ്. പിന്നെ നമ്മൾ നമ്മുടെ ഡിഷസ് എന്തൊക്കെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ടൊരു വീഡിയോയിൽ എൻ്റെ സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അതുണ്ടാക്കി. പിന്നെ ഗീ റൈസ് ഉണ്ടായിരുന്നു, മട്ടൻ കറി ഉണ്ടായിരുന്നു, ക്യാബേജ് ബോൾസ് ഉണ്ടായിരുന്നു, സാലഡും ഉണ്ടായിരുന്നു, ഈ സ്വീറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ സാലഡും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒട്ടാകെ 6 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ആദ്യം ഇലയൊക്കെ വാട്ടുന്നുണ്ടായിരുന്നു, കാരണം മീൻ പൊള്ളിച്ചത് നമുക്ക് ആക്കണമല്ലോ. പക്ഷെ പിന്നെ നോക്കിയപ്പോഴാണ് നമ്മൾ 3 ഇലയാണ് വാങ്ങിയത്. ആ ചേട്ടൻ 3 കീറിയ ഇലയായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കിയതുമില്ല, അവരപ്പം തന്നെ നമുക്ക് കെട്ടി തരികയാണ് ചെയ്തത്. അപ്പം നമുക്കും അബദ്ധം പറ്റി, നമ്മൾ നോക്കണമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കിനി വേറെ വാഴയില വേണമെങ്കിൽ ഞാൻ ഇവിടുത്തെ ഫാമിലെ ഓണർമാരെ വിളിച്ചു വരുത്തണം. അവർ വന്ന് വാഴയില തന്ന് കുറേ ടൈം നമുക്ക് വേണ്ടി വരും. അത്രയും ടൈം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ, ഇലയിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. മീനൊക്കെ വറുത്ത് മസാലയിലിട്ട് ഫുൾ സെറ്റ് ചെയ്തിട്ട് അങ്കിളുടെ പാത്രം ഉണ്ടല്ലോ, പാത്രത്തിൽ നമ്മൾ ചൂടോടാക്കി അടച്ചു വെക്കുകയാണ് ചെയ്തത്. രണ്ടും ഒരേ സംഭവം തന്നെ ആണെങ്കിലും നമ്മൾ ഇലയെ വാട്ടി കഴിക്കുമ്പോൾ ഇലയുടെ ഫ്ലേവർ കുറച്ചുകൂടെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഇതാ ഗീ റൈസ് ഇവിടെ സെറ്റ് ചെയ്യാണ്. ഗീ റൈസ് അമ്മ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡ് നമ്മുടെ മട്ടൻ കറി ആക്കിയിട്ടുണ്ട്, മീൻ പൊള്ളിച്ചത് ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വാഴയിലയിൽ കൊടുക്കാനായിരുന്നു പ്ലാൻ ചെയ്ത്, പിന്നെ അത് മാറ്റിയിട്ട് നമ്മൾ പാത്രത്തിൽ തന്നെ ആക്കിയിട്ടോ. പിന്നെ ഒരു സ്വീറ്റ് ഉണ്ട്, ഇത് കർണാടക സ്പെഷ്യൽ സ്വീറ്റ് ആണ്. ഈ സ്വീറ്റിന്റെ പേര് വന്നിട്ട് എന്തായിരുന്നു നമ്മ, ബദാം പൂരി എന്നാണ് കേട്ടോ പേര്. നമ്മുടെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ചേച്ചിമാർ ഉണ്ടാക്കി തന്നാണ്. അതുണ്ട്, സാലഡ് ഉണ്ട്, എല്ലാം ആയല്ലോ ഇത്രയും. പിന്നെ നമ്മുടെ ഇത് വെച്ചില്ല, നമ്മുടെ ഗോബി ഫ്രൈ കാണിച്ചില്ല. ഓക്കെ, നമ്മുടെ ഗോബി അല്ല, ക്യാബേജ് ആണ്, ക്യാബേജ് ബോൾസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്യാബേജ് ബോൾസ് ഉണ്ട്, ഗീ റൈസ് ഉണ്ട്, ഫിഷ് പൊള്ളിച്ചതുണ്ട്, നമ്മുടെ സ്വീറ്റ് ഉണ്ട്, സാലഡ് ഉണ്ട്, മട്ടൻ കറി ഉണ്ട്. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടയിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ, നമുക്ക് ലൈവായിട്ട് പറയാൻ പറ്റില്ല. ആകെ ഒരു മെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് നമ്മുടെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ചേച്ചിമാരാണ് ഉണ്ടാക്കി തന്നത്. അതിന്റെ ചെറിയ ക്ലിപ്പിംഗ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ എല്ലാ ഐറ്റംസും എന്താ 5 അടുക്കുള്ള പാത്രത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഗീ റൈസ് ആണ് കേട്ടോ. പിന്നെ എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മള് ക്യാബേജ് പക്കോട വെച്ചിട്ടുണ്ട്, സാലഡ് ഉണ്ട്, മീൻ പൊള്ളിച്ചതുണ്ട്, മട്ടൻ കറി ഉണ്ട്, പിന്നെന്താ ഉള്ളത്, സ്വീറ്റ് ഉണ്ട്. ഇത്രയും 5 ഐറ്റംസ് ആയല്ലോ, ഇൻക്ലൂഡിങ് സാലഡ് 6 ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം എല്ലാം റെഡിയാക്കി. ഇനി പാപ്പ വന്നിട്ട് വേണം അത് കൊടുക്കാൻ. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം റെഡിയാക്കിയത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ. ഹോപ്പ് യു ഓൾ എൻജോയ് വാച്ചിങ് ദിസ് വ്ളോഗ്. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. ചാ ചാ.